നമസ്കാരം, ദാസ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് എടത്തറ, അതായത് പറളി പഞ്ചായത്തിലെ എടത്തറ സ്ഥലത്തിന് നമ്മുടെ പ്രകാശേട്ടന്റെ വർഷാപ്പിൽ വന്നിരിക്കുന്നത്. വീണ്ടും ഒരു ചെണ്ടക്കുറ്റികൾ കടയുന്ന വീഡിയോ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ചെണ്ടപ്രേമികളായ സുഹൃത്തുക്കൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നത്. നമ്മുടെ പ്രകാശേട്ടനെ പരിചയപ്പെടുത്തുന്നത് എടത്തറയിൽ വന്നിട്ട്. കടയിൽ എന്തൊക്കെയാ? ചെണ്ട, പിന്നെ തിമില, എടയ്ക്ക, പിന്നെ മൃദംഗം, പിന്നെ ഈ തബല എല്ലാത്തിനും കുറ്റികൾ കടയുന്നുണ്ട് അല്ലേ? എല്ലാത്തിനും കുറ്റികൾ. അപ്പൊ അത് ആ കുറ്റി കടയാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ട കയറ്റിയിരിക്കുന്നത്. ഇനിയിപ്പോ അത് ചെണ്ടക്കുറ്റിയായി മാറുന്നത് കാണാം നമുക്ക് എങ്ങനെയാന്നുള്ളത്. ആ ഒരു പ്രോസസ്സ് നമ്മുടെ പ്രകാശത്തെ നമുക്ക് കാണിച്ചു തരും. അത് കടഞ്ഞ് അതിന്റെ ഉള്ളെടുക്കുന്ന ഒരു പ്രത്യേകതരം രീതിയൊക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ കണ്ടിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ചെണ്ടപ്രേമികളുടെ സുഹൃത്തുക്കൾക്ക് വീണ്ടും ദാസ് സ്റ്റോറീസിന്റെ വീഡിയോ വീണ്ടും സമർപ്പിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ചാലാക്കാം അല്ലേ? ഓക്കെ. പ്രകാശേട്ട നമ്മൾ അതിന്റെ സെന്റർ കൊടുക്കണേ. നമ്മുടെ കോമ്പസ് വെച്ചിട്ട് സെന്റർ മാർക്ക് ചെയ്യണം അല്ലേ? ശരി. കൂടെയുള്ളത് ആരാ? സായി, നമ്മുടെ ഫ്രണ്ട് ശിവകുമാർ. നമസ്കാരം. ഇപ്പൊ പ്ലാവിന്റെ കുറ്റിയാണോ? പ്ലാവിന്റെ വെറും മഞ്ഞ കളർ കാതൽ തന്നെ വേണം. അതെ അല്ലേ? നല്ല ഒറിജിനൽ പ്ലാവിന്റെ അല്ലേ? കാതലായിട്ടുള്ള കുറ്റീനെ കയറ്റാൻ പോകണം അല്ലേ? നമ്മള് ഈ കട്ട ഇത് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കണോ? ഇങ്ങനെയുള്ള സൈസുകളൊക്കെ നമ്മള് സ്പോട്ടിൽ പോയി എടുത്തിട്ട് വരാം. അത് മറ്റേ വാങ്ങിയിട്ട് വരാം കച്ചവടക്കാരെ. പിന്നെ കമ്പനി മറ്റേ പാർട്ടികൾ കൊണ്ടുവരുകയും ചെയ്യും. അതെ അല്ലേ? കട്ട അതിൽ കയറ്റിയിട്ടുണ്ട്, ലെയ്ത്തിൽ കയറ്റിയിട്ടുണ്ട്. ചേട്ടാ, നമ്മളിപ്പോ ചെണ്ടക്കുറ്റി ഈ പരുവത്തിലാക്കി അല്ലേ? ഔട്ടറൊക്കെ നമ്മള് ലെവൽ ചെയ്തു, ഫേസ് ലെവൽ ചെയ്തു അല്ലേ? ഫേസ് ലെവൽ ചെയ്തു. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോണത്? ഇനി ഇതിന്റെ ഇന്നറ് വെറുതെ എടുക്കാൻ പോവാ. പീസ് ഉള്ളു കറവ് കടഞ്ഞെടുക്കാൻ പോണം അല്ലേ? ശരി. അപ്പൊ അതിന് ഉള്ളില് പീസ് ഇങ്ങോട്ട് എടുക്കും, സെപ്പറേറ്റ് എടുക്കും. സെപ്പറേറ്റ് എടുക്കും. അതെ അല്ലേ? അപ്പൊ പ്രകാശേട്ടൻ പറയുന്നത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പീസ് എടുക്കുന്നു പറയുന്നത് അല്ലേ? പീസ് എടുക്കും. അതിനിതാ ഇവിടെ ഒരു ടൂള് സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉള്ളെടുക്കുന്ന ആ ടൂളാണ് സെറ്റ് ചെയ്യണത് അല്ലേ അവിടെ? ഔട്ടർ കടഞ്ഞു, ഇതിന്റെ ഉള്ളെടുത്തു അല്ലേ? ഉള്ളു കാർവ് ചെയ്ത് രണ്ട് തലയും പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഈ ടൂൾ ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് ടൂൾ എടുക്കാം അല്ലേ? ഇതിന്റെ അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ ഉള്ള പീസ് ഒരു കട്ടായിട്ട് കിട്ടും അല്ലേ? റൗണ്ടിൽ കട്ടായിട്ട് കിട്ടും അല്ലേ? ടൂളെടുത്തു. പണ്ടത്തെ കാലത്തേക്ക് നമ്മൾ ഈ ചണ്ടക്കുറ്റികള് കുത്തി കുഴിച്ചിട്ടുണ്ടാക്കുക അല്ലേ? അതിന്റെ ഉള്ളിൽ നിന്നൊരു പീസ് എടുത്തുണ്ടെങ്കിൽ നമ്മൾ കടഞ്ഞ് ഉള്ളു കാർവ് ചെയ്ത് ആ ടൂൾ ഉപയോഗിച്ച് ഉള്ളു കാർവ് എടുത്ത ഒരു പീസ് ഉണ്ട് അല്ലേ? ഈ സാധനം ഇതിന്റെ ഉള്ളിൽ നിന്ന് പോകുന്ന സാധനമാണ് അത്. ഇനി ഈ സാധനം ഉപയോഗിച്ചിട്ട് നമ്മള് ഇടയ്ക്കുറ്റി തിമലക്കുറ്റി അല്ലേ? രണ്ടെണ്ണം കിട്ടും. ഈ സെന്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തിമില ആകുമ്പോ ഫുള്ളായിട്ട് അപ്പൊ മരം ഒട്ടും വേസ്റ്റ് ആവുന്നില്ല. അങ്ങനെ ടെക്നോളജി ഇപ്പൊ അല്ലെ? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ല, എന്നിരുന്നാലും ഇപ്പൊ ചെയ്യുന്ന രീതി പഴയ മാർഗം വിട്ടിട്ടുള്ള ഇപ്പൊ ചെയ്യുന്ന രീതികളൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നോക്കിയാൽ ഇങ്ങനെ. ഇനി ഇത് ഫിനിഷ് ചെയ്യല്ലേ? ഒരു ചെണ്ടക്കുറ്റി നമുക്ക് എത്ര നീളം വരുന്നത്? 20 ഇഞ്ച്. 20 ഇഞ്ച് നീളം. സൈസുകളൊക്കെ എത്ര വരുന്നത്? സൈസുകള് 8.75, ഐഡി 8.75, ഔട്ടർ അല്ലേ? ഔട്ടർ വന്നിട്ട് 10.75, 10.5, 11. അപ്പൊ നമ്മള് ചെണ്ടക്കുറ്റിയിൽ എന്താ കണക്കാക്ക? ഉള്ളളോ പുറമാണോ കണക്കാക്കണത്? പുറളവ് കണക്കാക്കുന്നുണ്ട്. പുറളവ് കണക്ക്. പിന്നെ ഐഡി ഉള്ളളവ് 8.75 അരക്കാല് അങ്ങനെയൊക്കെ വരും. 9.25 അരക്കാല് അങ്ങനെയൊക്കെയാണ് പഴയ അളവ്. ഇപ്പോഴത്തെ അളവ് അങ്ങനെയല്ല. ഇപ്പൊ മെഷീനിൽ വലിക്കണ കാരണം കൊണ്ട് കയർ വലിക്കണ്ടല്ലോ.
വട്ടം കെട്ടി വലിക്കുന്നതിന് അത് ലോഡ് വരുന്ന കാരണം കൊണ്ട് ഇപ്പൊ സൈസിൽ ലേശം മാറ്റം വരുത്തി. അങ്ങനെ കുറച്ച് നമ്മൾ സൈസൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. കൂടുതൽ തിക്കൻസ് കൂടുതൽ, ലെങ്ത് കൂടുതൽ, ഈ കട്ടക്കനം കൂടുതൽ. അപ്പൊ മെഷീനിൽ വയ്ക്കുമ്പോ ലോഡ് കൂടുമ്പോ കംപ്ലൈന്റ് ഇല്ലായിരിക്കാനായിട്ട് നമ്മള് പഴയ അളവ് വിട്ടിട്ട് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. കൂടുതൽ വെച്ചു. ഇത് മേളക്കുറ്റിയാണോ അപ്പൊ കടയുന്നത്? താഴ്മകര കുറ്റിയാണ് ഇപ്പൊ പ്രാവശ്യം കടഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ ഇനി ഫിനിഷ് ആയിട്ടില്ല, നിന്റെ ഉള്ളെടുത്തിന്റെ ഇനി കുറച്ചുകൂടി സൈസ് ആവാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അല്ലേ? ഇപ്പൊ അടുത്ത പരിപാടി എന്തായാലും ഇനി ഫിനിഷിങ് കഴിഞ്ഞു. ഇനി എമരി പേപ്പർ നമ്മള് ഫിനിഷിങ് ലാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. മേളച്ചണ്ട കുറ്റി തയ്യാറായി. അതായത് നല്ല അസല് വരിക്ക പ്ലാവിലുള്ള ഒരു കട്ട കടഞ്ഞ് ഈ രൂപത്തിലാക്കി. ഇതിന്റെ പ്രത്യേകത നോക്കിയേ, ചെണ്ടക്കുറ്റികളില് പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനിപ്പോ അടുത്ത കാലം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്ന ടാപ്പർ സാധാരണ ലെവലിലായിരിക്കും. കണ്ട ലെവലാണ് അല്ലേ? നമ്മള് ഈ മാടുന്ന ഭാഗം ഉണ്ടല്ലോ, കൊട്ടുന്ന ഭാഗം ഈ സൈഡല്ലേ കൊട്ടുന്ന ഭാഗം, അവിടെ അങ്ങനെ കറുവായിരിക്കും അല്ലേ? പിന്നെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ചെണ്ടക്കുറ്റി കടയിനയിൽ വേറൊരു വിഷയം കൂടി ഉണ്ട് അല്ലേ? ആ പ്രാവശ്യം അതിന്റെ ഉള്ളിൽ എന്തൊരു കൊടുത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഉള്ളിലൊരു അറേഞ്ച് സ്റ്റെപ്പ് കൊടുത്തു, ഉള്ളിലൊരു ഈ മുഴക്കം വരാൻ വേണ്ടിയിട്ട്. ഇവിടെ വേണ്ട, ഇവിടെ വന്നിട്ട് ഒരു സ്റ്റെപ്പ് നിർത്തിയിട്ടുണ്ട്. അതായത് കാണുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ സ്റ്റെപ്പ്, അവിടെ നടുവിൽ സെന്ററിൽ ഒരു ബീഡിങ് പോലെ. ഇതിന് ഉറപ്പിന് വേണ്ടിയിട്ടാണോ അത് കുറ്റിയുടെ? അല്ലല്ല, ഉള്ളില് ഈ സൗണ്ട് അടിക്കുമ്പോ ഉള്ളിലാണ് ഈ മുഴക്കം വരാൻ, അതിന്റെ ആ നല്ല സൗണ്ട് ഇത് വരാൻ വേണ്ടി. അതിന് വേണ്ടിട്ട് ഉള്ളില് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ടര കട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഇതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളല്ലേ? ഇതൊക്കെ ആദ്യം ശരിക്കും ചെണ്ടക്കുറ്റി കാണുമ്പോ എന്താ അതിനുള്ളിൽ സംഭവിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഇതിൽ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോ 10:45 ഓട്ടറും ഇൻസൈഡ് 9 അല്ലേ? മേളച്ചണ്ടയാണ് ഇപ്പൊ പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫിനിഷായ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാം കേട്ടോ, അവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇപ്പൊ പ്രകാശേട്ടന്റെ വർക്ക്ഷോപ്പ് ആണ് അത്. എത്ര ലൈറ്റ് ഉണ്ട് പ്രകാശേട്ടന്? 3 ലൈറ്റ് ഉണ്ട്. ഇതിലൊക്കെ കുറ്റികൾ കടയാൻ സജ്ജാക്കിയിട്ടിരിക്കുന്നു അല്ലേ? ഇത് എല്ലാത്തരം ചെണ്ടക്കുറ്റികളും ഇതിൽ കടയോ? എല്ലാതരം ചെണ്ടക്കുറ്റി കടയും. ഞാൻ വലിയ സൈസുള്ള ചെണ്ടക്കുറ്റികളുണ്ടല്ലോ, അതിനെന്ത് കുറ്റിയെന്ന് പറയാ? വലിയ സൈസ് ഉണ്ടല്ലോ, പറച്ചണ്ട, വലിയ ഈ എന്താ പറയാ ശിങ്കാരി മേളത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ട്യൂട്ടർ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, പലതരത്തിലുള്ള ടോണുകൾ ഉപയോഗിക്കുന്ന ആ വലിയ സൈസുള്ള ചെണ്ടക്കുറ്റികള് നമ്മുടെ ഈ മെഷീനിൽ കടയില്ലേ? വാദ്യോപകരണ കുറ്റികള്, മരത്തിന്റെ എല്ലാം തന്നെ എല്ലാ കുറ്റികളും നമ്മുടെ ഈ ലെയ്ത്തിൽ കടഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇപ്പൊ നിരന്തരം കടയുന്നത് ചെണ്ടയും മൃദംഗം ഇടയ്ക്കും ഒക്കെയാണ് അല്ലേ? സ്ഥിരമായിട്ട് കടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി കുറ്റിയാണ്. ഇതെന്ത് പ്ലാവ് തന്നെയാണോ? ഇത് പ്ലാവ് തന്നെയാണ്. ഫിനിഷ് ചെയ്യുന്നുണ്ടല്ലേ? എയർ കയറാനുള്ള ഒരു സംഭവം ഉണ്ട്. ഈരയുണ്ട്, 2 സൈഡിലെ ഈര കെട്ടിയിട്ടുണ്ട്. അപ്പോ ഒരു ഇടയ്ക്കുറ്റി തയ്യാറായിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കുറ്റികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മൃദംഗത്തിന്റെ കുറ്റി, തബല, പിന്നെ മദ്ദളം, മദ്ദളം, തിമില, അതുപോലെ തന്നെ വേറെന്താ ഗഞ്ചിറ അല്ലേ? സ്പെഷ്യലായിട്ടുള്ള സാമ്പിൾ ഉണ്ട്. പെട്ടെന്ന് പറയുമ്പോ പ്രകാശേട്ടന് എന്തൊക്കെയാ ഇവിടെ ചെയ്യണ്ടേന്ന് പറയേണ്ടത് പെടുത്തില്ല. അപ്പൊ നമുക്ക് അറിയാലോ ഏതൊക്കെയാ ചാർട്ടിൽ വരുന്നുള്ളത്. എല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിക്ക് പറയുമ്പോ പെട്ടെന്ന് പറയാനൊരു ഇതുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. മരത്തിന്റെ വാദ്യപരങ്ങളായിട്ടുള്ള എല്ലാ കുറ്റികളും ഉണ്ടാക്കുന്നുണ്ട്. പ്രകാശേട്ടന്റെ വീട്ടിലാണ്. അവിടെ ഒരു പുതിയ ഷെഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാവണ്ട പ്രസ് ചെയ്ത് പുതിയ ഷെഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മള് വർക്ക് ചെയ്തത് പുള്ളിയുടെ തറവാട്ട് വീട്ടിലാണ്. അവിടെയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ലേ കിടക്കുന്നത്. അവിടെ വർക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇവിടെ ഷെഡിന്റെ പണി തുടങ്ങിയിട്ടുള്ള വളരെ വിപുലമായിട്ട് ചെണ്ടക്കുറ്റികളും മറ്റു വാദ്യപര കുറ്റികളെല്ലാം തന്നെ വിപുലമായിട്ട് കടഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രകാശേട്ടൻ ഇനിയുള്ള പരിശ്രമം അല്ലെ? നമ്മുടെ വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചെണ്ടപ്രേമികൾക്ക് പ്രകാശന്റെ അടുത്ത് നല്ല തരം കുറ്റികൾ, വെള്ളമില്ലാത്ത കാതലുള്ള നല്ല തരം കുട്ടികൾ കിട്ടും. ഞാനെല്ലാം ഇതാണില്ലേ ഇവിടെ അടിപൊളിയുള്ള കുറ്റികൾ, അതൊക്കെ ചെമ്പ് വരെയിരിക്കുന്നത്. അത്രയും നല്ല കുറ്റികളാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ ഇവിടെ കടഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന വർക്ക് ഇവിടെ ചാലാവും അല്ലേ? ലൈറ്റൊക്കെ ഇവിടെ സെറ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്ത് ഇനി ഷോറൂം എടുക്കുന്നെന്ന് പറഞ്ഞല്ലോ. അതെവിടെയാ? റോഡ് സൈഡ് ഒരു അതെവിടെ സ്ഥലം എന്ന് പറയാ? എടത്തറ ഷോറൂം നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കടഞ്ഞ കുറ്റികൾ ഷോറൂമിൽ കൊണ്ട് സെയിൽ ചെയ്യും. ഇപ്പൊ ഇവിടുത്തെ സെറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ വർക്ക് ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇവിടെ ചെയ്തിരിക്കുന്ന കുറ്റികളാണ് നല്ല അടിപൊളിയായിട്ടുള്ള കുറ്റികള്.
ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ചാണ് ഇപ്പൊ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ഇനിയിപ്പോ വിപുലമായി വരുമ്പോൾ നമ്മള് ആവശ്യക്കാർക്ക് അല്ലാതെയും റെഡിമെയ്ഡ് ആയിട്ട് കുട്ടികളെ ചെയ്ത് വെക്കും. അപ്പൊ ഏത് സമയത്ത് പണ്ട് പറഞ്ഞാൽ ഏത് പാതിരയ്ക്ക് വന്നു കഴിഞ്ഞാലും പ്രകാശന്റെ അടുത്ത് കുട്ടികൾ കിട്ടൂട്ടാ. അപ്പൊ നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ട. ഇതിപ്പോ ഏതരം കുട്ടികളപ്പോ മേളച്ചണ്ടരല്ലേ? തായമ്പക. ശരി, ഇപ്പൊ എല്ലാം തായമ്പകനാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് അല്ലേ? അത് ശിങ്കാരി വേണമെങ്കിൽ ശിങ്കാരിക്ക് വേറെ ഉണ്ട് അല്ലേ? വേറെ ശിങ്കാരി മേളത്തിന് വേറെ മരം എടുത്തിട്ട് ചെയ്യാറുണ്ട്. എത്ര വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട്? അത് 20 വർഷമായി. 20 വർഷമായി ഈ ചെണ്ട 2000 സ്റ്റാർട്ട് ചെയ്തതാണ്. അതെ, അപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പീരിയൻസ് ആണ് ചെണ്ട കുറ്റി നിർമ്മാണത്തിന് അല്ലേ? പുള്ളി ലൈത്ത് ഫീൽഡ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ചെണ്ട കുറ്റി കടയുന്ന വിഭാഗത്തിലേക്ക് തുടങ്ങിയത് അല്ലേ? കുട്ടികൾ കൂടാതെ വേറെ എന്തൊരു സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ലോ? ഈ നിലവിളക്ക് ഉണ്ടല്ലോ നമ്മുടെ ഷോറൂമുകളിലൊക്കെ നമ്മള് ഫ്രണ്ടിൽ വെക്കുന്ന നിലവിളക്ക്, അതേമാതിരി വലിയ നിലവിളക്ക് ഏകദേശം ഒരു 4 അടി 5 അടി ഹൈറ്റിൽ വരുന്നത് അതുണ്ട്. ശരിക്കും നിലവിളക്ക് പോലെ തന്നെ അത് മരത്തിൽ കടഞ്ഞ് അതിന് നല്ല അതേ കളർ കൊടുത്ത് കാണുമ്പോ ശരിക്കും ഒറിജിനൽ ഓടിന്റെ ഓർഡർ ഉണ്ട് അല്ലേ? അത് ചാലായിട്ടില്ല, അത് അടുത്ത് തന്നെ പുള്ളി തുടങ്ങുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രകാശന്റെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടു. ചെണ്ടക്കുറ്റി കടയുന്നതും അത് ഫിനിഷ് ചെയ്ത് ഒരു ചെണ്ടയ്ക്ക് വേണ്ട കുറ്റി റെഡിയാക്കി കൊടുക്കുന്ന ആ പ്രോസസ്സ് എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. നിങ്ങൾക്ക് ചെണ്ടക്കുറ്റിയെ സ്വന്തമായിട്ട് പ്രകാശേട്ടനെ സമീപിക്കാം. നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്, ആളെ വിളിക്കുക. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരെയും ബൈ.